പുതിയൊരു വീഡിയോയിലോട്ട് വീണ്ടും സ്വാഗതം. ഇന്ന് ഒരു റാൻഡം ഡേ ആണ് കേട്ടോ. റാൻഡം ഡേയിലെ വ്ളോഗാണ് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞല്ലോ, അന്ന് നമ്മൾ വീട്ടിൽ വന്നിട്ട് മീര വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റൽ ജസ്റ്റ് ഒന്ന് കാണാൻ പോവാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് യൂസിൽ വരുന്നത്. അപ്പോൾ മീര വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലും ഗോപുവിൻ്റെ യൂണിവേഴ്സിറ്റി ഒക്കെ കാണാൻ പോയി. ഗോപുവിൻ്റെ യൂണിവേഴ്സിറ്റി ഒരു ജസ്റ്റ് ഒന്ന് പോയിട്ട് വന്നോളൂ, ഇനി ഒന്നും കൂടെ പോകണമെന്ന് ഇരിക്കുന്നു. മീര വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റൽ കാണാനായിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ അവിടെ ഇത് അവരുടെ സ്റ്റാഫിന് മാത്രമുള്ള പാർക്കിംഗ് ആണ്. ഇത് കണ്ടോ, ഹാർഡ്ലി ഡേവിഡ്സൺ ഇരിക്കുന്നു. അങ്ങനെ മോനും ഞങ്ങൾ വൈകുന്നേരമാണ് കേട്ടോ. എല്ലാം ഇവരെ കുറച്ച് ലേറ്റായിട്ടാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ റഷൊന്നുമില്ല. അപ്പോൾ ഞാനിങ്ങനെ ചോദിക്കാറുണ്ട്, ഇവിടെ ഹോസ്പിറ്റലാണെന്ന് തോന്നുന്നില്ലല്ലോ, കണ്ടിട്ട് ഫുൾ റഷേ ഇല്ലല്ലോ എന്ന്. മീര ഡോക്ടറാണ്, ENT ആണ്. അങ്ങനെ OSF എന്ന് പറഞ്ഞ ഒരു ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം നമ്മളത് കാണാനായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഒരു ക്രിസ്ത്യൻ മിഷനറിയുടെ ഹോസ്പിറ്റലാണല്ലോ. അപ്പോൾ അവിടെ ഇങ്ങനെ കുറേ റൈറ്റപ്സും ഒരു ക്രിസ്ത്യൻ, എനിക്ക് തോന്നിയിട്ടുണ്ട് അങ്ങനത്തെ ഹോസ്പിറ്റൽസിലൊക്കെ ചെല്ലുമ്പോൾ വേറൊരു വൈബ് പോലെ. കാരണം ഞാൻ പഠിച്ചതൊക്കെയും ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് കേട്ടോ. BCM കോളേജ്, CMS കോളേജ്, മീൻസ് അങ്ങനെ എല്ലാം അപ്പോൾ അവരുടെ ഞാനിപ്പോഴും ഓർക്കുന്നു, ഞങ്ങൾ പ്രീ ഡിഗ്രി ഒക്കെ പഠിക്കുമ്പോൾ അവിടുത്തെ പ്രെയറും കഴിക്കുന്നതിന് മുമ്പുള്ള പ്രെയറും അങ്ങനെ ഒരു ഭയങ്കര സിസ്റ്റമാറ്റിക് രീതിയിൽ പോകുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണല്ലോ. അപ്പോൾ അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴും അതിൻ്റേതായ ഒരു മാറ്റം, അതായത് ഒരു സ്പെഷ്യാലിറ്റി പോലെ തോന്നി. അങ്ങനെ ഇവിടെ ഒരു നമ്മുടെ ഗാന്ധിജി കോൺഫറൻസ് റൂം, മഹാത്മാഗാന്ധി കോൺഫറൻസ് റൂം എന്ന് പറഞ്ഞൊരു പ്രത്യേകം കോൺഫറൻസ് റൂമൊക്കെ ഉണ്ട് കേട്ടോ ഈ ഹോസ്പിറ്റലിൽ. അങ്ങനെ ഞങ്ങൾ അതിലെ കൂടെ നടന്ന് കുറേ ജസ്റ്റ്, അപ്പോൾ ഇവർക്ക് ഹെലിപ്പാഡും ഒക്കെ ഉള്ള ഹോസ്പിറ്റലാണ്. കാരണം എമർജൻസി ഒത്തിരി വരുന്ന ഒരു ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞു ഇത്. അപ്പോൾ മീരയുടെ ക്യാബിൻ കാണിക്കാം, അങ്ങനെയൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ നടക്കുകയാണ് കേട്ടോ. Thank you. Now, that നിങ്ങളാരെങ്കിലും ദ ഗുഡ് ഡോക്ടർ എന്ന് പറഞ്ഞിട്ടൊരു സീരീസ് കണ്ടിട്ടുണ്ടോ? അവിടുത്തെ ഒരു ഹോസ്പിറ്റൽ കാണിക്കുന്നുണ്ട്. ആ ഒരു ഹോസ്പിറ്റലിൻ്റെ വൈബായിട്ട് എനിക്ക് ഇവിടെ വന്നപ്പോൾ തോന്നി. കാരണം ഇവരുടെ യൂണിഫോം, ഇവരുടെ സ്ക്രബൊക്കെ ആ കളറ്, ഡാർക്ക് ബ്ലൂ കളർ, അതൊക്കെ കണ്ടപ്പോഴത്തേ എനിക്കതാണ് കേട്ടോ ഓർമ്മ വന്നത്. നല്ലൊരു സീരീസ് ആയിരുന്നല്ലോ അത്. പിന്നെ ഹോസ്പിറ്റലിൽ വരുമ്പോൾ നമ്മൾ, അതായത് ഇങ്ങനെ ഒരു വിസിറ്റായിട്ട് കാണിക്കേണ്ട ഒരു വീഡിയോ ആണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ ജസ്റ്റ് ഇതിൽ വന്നു, ഞാൻ എൻ്റെ ഡേ ഇൻ മൈ ലൈഫാണല്ലോ കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കാണിക്കാമെന്ന് വെച്ചു. എത്ര സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ഓരോ കാര്യങ്ങൾ പോകുന്നത്, അതൊക്കെ ഇങ്ങനെ നമ്മളിത് കാണുമ്പം ഒരു ഡിഫറൻസ് നന്നായിട്ട് മനസ്സിലാവുമല്ലോ. പിന്നെ എത്ര എമർജൻസി വന്നു, ഏറ്റവും ഹയസ്റ്റായിട്ട് എന്തെങ്കിലും പ്രോബ്ലം വരുമ്പോൾ നമ്മൾ ചികിത്സിക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ അമേരിക്കയാണല്ലോ നമ്മുടെ മനസ്സിലെത്തുന്നത്. അതിൻ്റേതായ ഒരു എഫിഷ്യൻസി എല്ലാ ഹോസ്പിറ്റൽസും കാണാൻ പറ്റും. അങ്ങനെ കുറേ നേരം ഞങ്ങൾ താഴെക്കൂടെ നടന്നിട്ട് ഞങ്ങൾ മുകളിലെത്തി. സൺസെറ്റിൻ്റെ സമയമായിരുന്നു. അപ്പം അങ്ങനെ സൺസെറ്റ് കാണാനായിട്ട് വന്നിരിക്കുകയാണേ. സൺസെറ്റ് കാണാനായിട്ട് വന്നതല്ല, ഞങ്ങൾ മുകളിലെത്തിയപ്പോൾ കറക്റ്റ് ആ ഒരു ഈവനിങ് ടൈമായിരുന്നു. അപ്പോൾ അവിടെ ഒരു മെഡിക്കൽ എമർജൻസി വന്ന് ഒരു ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യുന്ന അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എവിടെയെങ്കിലും ഏറ്റവും എമർജൻസി സിറ്റുവേഷൻസിലാണല്ലോ പറഞ്ഞു ഇപ്പോൾ ഉള്ള ഡോക്ടർക്ക്. അപ്പം അത് വിളിച്ച് പറഞ്ഞു 5 മിനിറ്റിനുള്ള, ഓരോ മിനിറ്റും എത്ര ക്രിട്ടിക്കലാണല്ലേ നമ്മളൊരു എമർജൻസി സിറ്റുവേഷനിൽ. അങ്ങനെ അതൊക്കെ കണ്ട് അവിടെ നിന്ന് പിന്നെ എനിക്ക് ഏറ്റവും ഇവിടുത്തെ ഒരു ഇമ്പ്രസീവായിട്ട് തോന്നിയെന്ന് പറഞ്ഞാൽ ഇവരുടെ റൂം, നമ്മുടെ ഡോക്ടേഴ്സിൻ്റെ സാധാരണ ഇവരുടെ റൂമും അതെല്ലാം എത്രയോ കുറേ ദൂരെയാണ്. ഓരോരോ പേഷ്യൻസ് മാത്രമാണ് അകത്തോട്ട് കയറി വരുന്നത്. പിന്നെ പേഷ്യൻസിന് വെയിറ്റ് ചെയ്യാനുള്ള ഏരിയ എന്ന് പറയുന്നത് വെളിയിൽ ഇങ്ങനെ നമ്മൾ റിസോർട്ടിലൊക്കെ പോയിരിക്കുന്ന പോലെ തോന്നി. ആ ഏരിയ ഒക്കെ കണ്ടിട്ട് അതൊക്കെ ഞാൻ ഈ വീഡിയോ ജസ്റ്റ് ഇങ്ങനെ ഷൂട്ട് ചെയ്ത് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് കാണാമേ. വരും.
നമുക്ക് നോക്കി നോക്കി. ഇതാണോ മീരയുടെ സീറ്റ്? ഓഫീസ് റൂം ഇരുന്നോളൂ. ഇവിടെ ഇവിടെ ഓക്കെ ഇരിക്കുന്നല്ലേ. അപ്പം നീ ഈ വരുന്നവരെ കിടത്തിയൊക്കെ നോക്കുന്ന പരിപാടി ഉണ്ടോ? കിടത്തി ഇരുത്തിയൊക്കെ പേഷ്യൻസ് ഇരിക്കാൻ. So you own all of this? This is your whole room? Come. നമ്മുടെ അവിടെ ഇതിന്റെ അറിയത്തില്ല. ഈ ഗോൾഡ് എനിക്കറിയില്ല. നമ്മുടെ ഞാൻ കേട്ടപ്പോ അത് ഒറിജിനൽ ആണോ ഈ ഫ്ലവർ? അയ്യോ ഇത് രസമാണ്. Wow, it's a nice chair. Did you buy it? Is this your chair? I did that too. I saw your eardrum. I want to see. Can I see? I'm going to know did you do that. But do you have professional patient assurance? Turn your head away from me. Tilt your head away from me. Good. Yo, pretty back up. Emma's gonna get fired. ഇങ്ങനെ പറയാം. നീ എങ്ങനെയാണ് കേൾക്കുന്നേ? അത്രയ്ക്കുണ്ടോ? ഇവർക്ക് വാക്സ് വരുന്നുണ്ടോ? ഇവരിത്ര Even if I say something funny like tung 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 sapur or ding ding dong or yeah, you practice. Oh, let's see. Can you measure how tall I am, please? ആരാ വരുന്നത്? ഇവിടെ നഴ്സ് സ്റ്റേഷൻ. ഇവിടെ നഴ്സുമാരും മെഡിക്കൽ അസിസ്റ്റൻസ് എല്ലാവരും ഇരിക്കുന്നത്. Where does she go? Home. No, I thought she worked here. Wait, Amma, what's it like? No. Amma, check my ears. എടാ ഇനി എന്താ ചെയ്തില്ലേ? It's my ears. It's ചെക്കിൻ ചെയ്യാം. so let's see. ചെക്കിൻ ചെയ്യും. ഇതൊരു വണ്ടി ഇത് GMC അതാണോ?
എന്നാ കടന്ന് ഈ ക്രിസ്ത്യൻസിൻ്റെ അതാണ് എല്ലാവരും ഇങ്ങനെ എഴുതി എഴുതിയത്. Sparky's gonna be the one. Sparky's gonna be the one who knows. Yes. No. അല്ല 2 ഉള്ളൂ. Yeah, there's 2. Now 3. Good. But I still have 2. Lucky. 4. 5. 5. You have 0. I have 5. 5 to 0. Smart TV cannot cross Sparky. What is that? 1, 1, 2, 3, 4, 5, 6. Okay, it's 6 to 5. It's 6 to 5. You have 6 and I have 5. Okay, my turn. Okay. ഓ ഇതാരൊക്കെയാ നിൽക്കുന്നത്? അച്ഛനും മോനും ആണോ? It's good that you're drinking water. Good girl. കുഞ്ഞാ ലൈറ്റ് ഓൺ ചെയ്ത മക്കളെ. ലൈറ്റ് that light ടേബിൾ ആ ലാമ്പ് സൈഡിലെ വിച്ച് ഇസ് ദ സ്വിച്ച്. ആ അച്ഛാ ഓക്കെ കം. Sparky. Come, Sparky. Sparky. Come, Sparky. Come, Sparky. Sparky, come. Sparky, come. Let's start. Only 5 cards, okay? And Garage. you all. Sparky, അയ്യോ അത് ഊരി കളഞ്ഞില്ലേ? ചേച്ചിയുടെ ബ്ലോഗ് അമ്മേര് മൈൻഡില്ലേ വന്നിട്ട്? ഫാമിലി കണ്ടില്ലല്ലോ. ഒരു അടിപൊളി ഒരു സീൻ കാണിക്കാവേ. അതില്ല ഇതിനകത്തല്ല. Sparky, boom. Don't do that, മോനെ. പാവല്ലേ മോനെ അത്. എടുക്കുന്നുണ്ടോ? ഷോ ഇത് ഞാൻ ഡേ ഇൻ മൈ ലൈഫ് അല്ല കേട്ടോ. ഇത് ഞാൻ പിറ്റേ ദിവസം അത് കഴിഞ്ഞ് അവിടെ നിന്ന് തിരിച്ച് വന്നു. അത് സൺഡേ ഞങ്ങൾ തിരിച്ച് വന്നു. അത് കഴിഞ്ഞിട്ട് മൺഡേ രാവിലെ മീര അങ്ങ് തിരിച്ചു പോയി. പിന്നെ ഞങ്ങൾ രണ്ടുപേരേ ഉള്ളൂ. പിന്നെ പിള്ളേർ ഇവിടെയുണ്ട്. അപ്പോൾ ഞങ്ങൾ എന്നും 12 മണിയാകുമ്പോൾ ഇതുപോലെ ജിമ്മിൽ പോകും. ഓറഞ്ച് തിയറി ഫിറ്റ്നസ്സിനെ പറ്റി ഞാനൊരു വ്ലോഗ് ഇടാം കേട്ടോ. എനിക്ക് അതിനെപ്പറ്റി ഒന്ന് സംസാരിക്കണമെന്നുണ്ട്. നല്ലൊരു ഫിറ്റ്നസ് ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ സ്ലോട്ട് എടുത്ത് എപ്പോഴും 12 മണിക്കാണ് നമ്മൾ പോവാറ്. 12 മണിക്ക് നമ്മൾ അവിടെ പോയി ജിമ്മൊക്കെ ചെയ്തിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് നമുക്ക് വാൾമാർട്ടിൽ കയറായിരുന്നു. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണമായിരുന്നു. മിക്ക ദിവസം അങ്ങനെയാണ് കേട്ടോ പോകുന്നത്. അവിടെ കയറും, അവിടെ നിന്ന് വന്ന് വരുന്ന വഴിക്ക് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് തിരിച്ചു വരും. ലഞ്ച് കഴിക്കും. പിന്നെ വൈകുന്നേരം
വൈകുന്നേരം ഞങ്ങൾ ചിലപ്പോൾ ഒന്ന് കറങ്ങാനായിട്ട് ഇറങ്ങും, ചിലപ്പോൾ അല്ലെങ്കിൽ വെളിയിൽ പോയി ഡിന്നർ കഴിക്കും, പിള്ളേരെ കൊണ്ട് നടക്കാൻ പോകും, അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഞങ്ങൾ. അപ്പോൾ ഇനി കഴിഞ്ഞു ഈ കഴിഞ്ഞ അടുത്ത ആഴ്ച ഗോപു നാട്ടിൽ പോവും. പിന്നെ ഞാൻ കുറച്ച് നാളും കൂടെ ഇവിടെ ഉണ്ട് കേട്ടോ, ഞാനും മോനും കൂടെ ഇവിടെയുണ്ട്. അപ്പോൾ അത് വേറൊരു വ്ളോഗ്. അപ്പോൾ ഗോപുവിൻ്റെ കൂടെയുള്ള സ്റ്റേ ഓൾമോസ്റ്റ് കഴിയാറായി. ഞാൻ മിസ് ചെയ്യും കേട്ടോ. ഈ ഒരു 1.5 മാസം നല്ല രസമായിരുന്നു, വേറൊരു തരത്തിലുള്ളൊരു ലൈഫായിരുന്നു. കാരണം എത്ര നാളുകൂടിയാണ് ഞാൻ ഗോപുവിൻ്റെ കൂടെ ഇത്രയും ടൈം സ്പെൻഡ് ചെയ്തതെന്ന് അറിയാം. നാട്ടിൽ വരുമ്പോഴൊക്കെ കുറച്ച് ദിവസം നിൽക്കും, പിന്നെ കുറച്ച് ദിവസം അവിടെ ഇവിടെയൊക്കെ ആയിരിക്കും, കറങ്ങാനൊക്കെ പോകും. അങ്ങനെ ഇവിടെ സ്ഥിരമായിട്ട് ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുന്ന കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് കേട്ടോ. എനിക്കൊന്ന് നമ്മളുടെ എൻ്റെ മാരേജ് കഴിഞ്ഞിട്ട്, അതായത് 10-25 വർഷം കഴിഞ്ഞിട്ടാണ് ഞാനിങ്ങനെ ഗോപുവിൻ്റെ കൂടെ ഞങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നത്. കൊച്ചിലെ നിന്നതാണ്. അപ്പോൾ അത് വേറൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, നല്ലതായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും എല്ലാവരോടും പറയുന്നതുകൊണ്ട് ഇങ്ങനെ നിങ്ങൾ സിബ്ലിങ്സിൻ്റെ കൂടെ തന്നെ പോയി നിന്ന് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ നോക്കണം. അത് വേറൊരു രീതിയിലുള്ളൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. അത് ചെയ്ത് നോക്കി കഴിയുമ്പം ഞാൻ പറയത്തില്ലേ, യു ഡു ഇറ്റ് ആൻഡ് താങ്ക് മീ ലേറ്റർ. അപ്പോൾ നമുക്ക് മനസ്സിലാവും, നമുക്കൊരു ബോണ്ടിങ് കൂട്ടാനും, നമുക്ക് കുറച്ചും കൂടെ വലുതായി കഴിയുമ്പം എല്ലാവരും എങ്ങനെയാണ്, നമ്മൾ കൊച്ചിലെ വന്ന പോലെ ആയിരിക്കത്തില്ല. അങ്ങനെയൊക്കെ പോയി ടൈം സ്പെൻഡ് ചെയ്ത് നോക്കണം കേട്ടോ. നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. അങ്ങനെ ഇതാണ് ഞങ്ങളുടെ ഓറഞ്ച് തിയറി. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഈ ഫിറ്റ്നസ് സെൻറ്റർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ചെയ്ത എക്സസൈസിനെ പറ്റിയൊക്കെ ഞാൻ ഒരു വ്ളോഗ് ചെയ്യുന്നുണ്ട്. കാരണം അവിടെ വീഡിയോ എടുക്കാൻ സമ്മതിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ അവിടെ നിന്ന് പോരുന്ന സമയത്തൊന്ന് ചോദിക്കണം, പറ്റുവാണെങ്കിൽ വീഡിയോ എടുക്കണം. അങ്ങനെ അവിടെ ചെയ്ത് 1 മണിക്കൂറാണ് അവിടെ, സ്ട്രിക്ട്ലി 1 മണിക്കൂറാണ്. അതിനകത്ത് വെയിറ്റ് ട്രെയിനിങ്ങും ഉണ്ട്, ട്രെഡ്മില്ലുണ്ട്, പിന്നെ റോയിങ്ങും ഉണ്ട്. ഇത് 3 അവർ ചെയ്യിപ്പിക്കുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വാൾമാർട്ടിൽ വന്നു. വാൾമാർട്ടിൽ ഞാൻ പറഞ്ഞില്ലേ, സ്ഥിരമായിട്ട് മിക്ക ദിവസവും വാൾമാർട്ടിൽ വരെ എന്തെങ്കിലുമൊക്കെ സാധനം വാങ്ങിക്കാൻ കാണുമല്ലോ. അങ്ങനെ വാൾമാർട്ടിൽ വന്ന് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്യുവാണേ. നമ്മുടെ ഒരു ജ്യൂസ് ഇരിപ്പുണ്ടെന്തോ, ഗോവ. നമ്മുടെ ഇരിക്കുന്ന ഇതാ തുറന്നെടുക്കട്ടെ. നമ്മുടെ ഈ കെയിൽ സാലഡ് ഉണ്ടോ നോക്കട്ടെ. കെയിൽ സാലഡ് ഇല്ലല്ലോ, കെയിലില്ല. ഇവർ പറഞ്ഞ സാൻഡ്വിച്ച് അവർക്ക് ഇതെല്ലാം ഐസ്ക്രീംസ് അല്ലേ? ഇവർക്ക് ഏതാണ് ഇഷ്ടം? ഇവർക്ക് ചോക്ലേറ്റ് ആണോ ഇഷ്ടം? മതി. ഏതാ ഇത്? ഇതാ കോൺസ്. എത്ര മതിയാ? മതി. നമുക്ക് പിന്നെ വേറെ വേണം വാങ്ങിക്കാൻ. എല്ലാം ഒരേപോലത്തെ. ഇത് മതി. അടുത്ത പിന്നെ വാങ്ങി. സാൻഡ്വിച്ച് ഐസ്ക്രീം ഉണ്ട്, അതേതാണോ? പക്ഷേ അല്ലേ ചോക്ലേറ്റ്. അതെ, സാൻഡ്വിച്ച് ഐസ്ക്രീം. പക്ഷെ അതിൻ്റെ അല്ല. എന്തിനാണ് ഇതേതാ? ഓറിയോ സാൻഡ്വിച്ച്. ഇതെടുക്കടാ, ഓറിയോ എടുത്ത് നമുക്ക് പറഞ്ഞാൽ ഇത് കൊള്ളത്തില്ല. ചോക്ലേറ്റ് അല്ലാത്ത ഒരെണ്ണം എടുക്കുകയാണെങ്കിൽ ഒന്നുമില്ല, എല്ലാം ചോക്ലേറ്റാണ് ഇത്. പക്ഷേ വാനില ആൻഡ് മിനി വാനില അതൊരെണ്ണം എടുത്തോളൂ. പക്ഷെ അത് കഴിക്കുമോ ബാക്കിയുള്ളവർ? വേണ്ട ആണോ? എനിക്കറിയത്തില്ല, ഞാൻ കഴിച്ചിട്ടില്ല, അതുകൊണ്ടാണ് നോക്കാനായിട്ട്. ഇത് കണ്ട് ബ്ലൂബെറീസ് ഉണ്ട്, നോൺ ഡയറി. അത് വെച്ച് തരാമോ? അതൊക്കെ എടുത്തോളൂ. ഒന്നുമില്ല. മുട്ട എടുത്തു, മുട്ട അപ്പുറത്തല്ലേ. ഹാഷ് ബ്രൗൺ.
തോന്നുന്നു. ഈ അവക്കാഡോ ഓയിലല്ല നമ്മുടെ ഇതിൽ എല്ലാം ഒരുപോലൊക്കെ ആയിരിക്കും അല്ലേ? അപ്പൊ ദുബായ് നിനക്ക് ഇഷ്ടമല്ല? ഇനിയിപ്പൊ ഇഷ്ടമല്ലേ? അയ്യോ നമ്മുടെ സാധനം എടുത്തിട്ടേ മേ തരും. അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോവാണ് കേട്ടോ. അപ്പോൾ വൈകുന്നേരം നമുക്ക് ഗോപുവിൻ്റെ ഫ്രണ്ട് ദിനുവിൻ്റെ പ്രിയങ്കയുടെയും വീട്ടിൽ ഡിന്നർ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയപ്പോൾ ഞാൻ അകത്തെ വീഡിയോ ഒന്നും എടുക്കത്തില്ല, അവരുടെ പ്രൈവസി അവർക്ക് ഇഷ്ടപ്പെടുമോ ഒന്നും അറിയത്തില്ല. കുഴപ്പമില്ലായിട്ട് ഞാൻ ചോദിച്ചില്ല, അതുകൊണ്ട് അത് അങ്ങനെ അവരുടെ വീഡിയോസ് ഒന്നും എടുത്തത്. മീരയും വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവരുടെ വെളിയിലത്തെ ഗാർഡൻ്റെ കുറച്ച് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ, അതൊന്ന് കാണിക്കാവേ. അടിപൊളി ഗാർഡൻ. അപ്പോൾ അത്ര ഉള്ളായിരുന്നു ഇന്നത്തെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ലക്ഷ്മി. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.